സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേട്ടല്ലേ. അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല, പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? വസ്തുതരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ആവർത്തിക്കുകയാണ്. ഒന്നുകൂടി കടുപ്പിച്ച് ഈ പറയുന്ന അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റിയ പോറ്റി, സ്വർണം വാങ്ങിയെന്ന് പറയപ്പെടുന്ന ഇയാൾ ഗോവർദ്ധൻ, ഇവരെല്ലാം കൂടെ ഒറ്റ ഫ്രെയിമിൽ, അതും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയത് എങ്ങനെയാണ് ചോദിക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടുന്നവർ മനസ്സിലാക്കേണ്ടത് പോറ്റി ആദ്യം കയറിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് എന്നുകൂടി പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീ വസന്ത് സിറിയക്ക്, ഇവിടെ നിങ്ങൾ ശബരിമല മുൻനിർത്തി നടന്ന പ്രക്ഷോഭങ്ങളുടെ മുനയൊടിക്കാൻ പോകുന്നതാണോ, നിങ്ങളെ കൂടി ഡിഫൻസിലാക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെ ആവർത്തിക്കുന്ന ചോദ്യം? ഇതിന് മറുപടി ഇല്ലെങ്കിൽ വസന്ത്. അല്ല, അത് മുഖ്യമന്ത്രി നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴുമ്പോൾ അവസാനമായി നടത്തുന്ന നിലവിളി മാത്രമാണ് എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി എന്ന് പറയുന്നു. പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നു, നാളെ തൊട്ട് അവിടെ പോറ്റിയെ കയറ്റിയേക്കാം. അങ്ങനെ പോറ്റി അവിടെ കയറി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ ആസനസ്ഥനായി. അതിനുശേഷം LDF ഗവൺമെന്റ് വരുന്നോടം വരെ കാത്തിരുന്ന് ഒടുക്കം കോൺഗ്രസ് അവിടെ നിയോഗിച്ച ഏജന്റുമാർ, ഏജന്റ് പി പത്മകുമാർ, ഏജന്റ് വി വാസു, ഏജന്റ് കെ ഫോർ കടകംപള്ളി, ഇങ്ങനെ 3 ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് CPM-നെ തച്ചു തകർക്കാൻ വേണ്ടി, CPM സർക്കാരിന്റെ യശസ് കളയാൻ വേണ്ടി നടത്തിയൊരു മൂവ്മെന്റാണ് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അത് അപ്പാടെ അങ്ങ് വിഴുങ്ങി, ഈ കിട്ടുന്ന ക്യാപ്സ്യൂൾ ഗുളിക എടുത്തിട്ട് വിഴുങ്ങിയിട്ട് വെള്ളം ഒഴിച്ച് കളയുമല്ലോ, അങ്ങനെ കളയാൻ മാത്രമുള്ള പാർട്ടി ക്ലാസ് ഒന്നും ഈ കേരള സംസ്ഥാനത്തെ എല്ലാവരും കൂടുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. നോക്കൂ, ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാട്.